PSC എക്സാമിനൊക്കെ അതായത് സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് നവോത്ഥാന നായകന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ്, എക്സാമിന് ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ജനിച്ചത്, മരിച്ചത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികള്, വചനങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. എക്സാമിനൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത് 1856 ആഗസ്റ്റ് 20-നാണ് അദ്ദേഹം ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20-ന്. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 1928 സെപ്റ്റംബർ 20-നാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഡേറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാല്യകാല നാമം എന്ന് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ന് പറഞ്ഞിരിക്കുന്നത് നാരായണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല നാമം എന്ന് പറഞ്ഞിരിക്കുന്നത് നാരായണൻ എന്നായിരുന്നു. ഓക്കെ, ദെൻ ജന്മസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെമ്പഴന്തിയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറഞ്ഞിരിക്കുന്നത് വയൽവാരമാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറഞ്ഞിരിക്കുന്നത് വയൽവാരം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്ന മാടനാശാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്, മാടനാശാൻ. അതുപോലെ തന്നെ മാതാവിന്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടിയമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്, ശ്രീനാരായണ ഗുരുവിന്റെ പത്നിയുടെ പേര് കാളി എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശ്രീനാരായണ ഗുരുവായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇയർ ഒക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ ജനനവും മരണവും പൊതു അവധി ദിനമായി ആചരിക്കുന്നത് ഏത് നവോത്ഥാന നായകന്റെ ആണെന്ന് ചോദിക്കാം. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സംസ്ഥാന സർക്കാർ ജനനവും മരണവും പൊതു അവധി ദിനമായി ആചരിക്കുന്നത് ഏത് നവോത്ഥാന നായകന്റെ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ കേരള ബുദ്ധൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും അതുപോലെ തന്നെ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ജനനവും മരണവും കണ്ടു. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. ഇതിലേറെ കുറച്ചുകൂടെ വർഷങ്ങളുണ്ട്. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ ഇതെന്താണെങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അദ്ദേഹവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അപ്പം 1881 അഞ്ചുതെങ്ങില് സ്കൂൾ സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു 1881 അഞ്ചുതെങ്ങില് സ്കൂൾ സ്ഥാപിച്ചു. നെക്സ്റ്റ്, 1887 അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു. 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിച്ചു. അടുത്തത് 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കല്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. എന്താണ്? ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ്, 1903 അതുപോലെ തന്നെ മെയ് 15-നാണ് SNDP സ്ഥാപിച്ചത്. 1903 മെയ് 15-നാണ് SNDP സ്ഥാപിച്ചത്. 1912 ശാരദാമഠം രൂപീകരിച്ചു. 1912 ശാരദാമഠം രൂപീകരിച്ചു. അതുപോലെ 1913 ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. അതുപോലെ 1924 ആലുവ സർവമത സമ്മേളനത്തില് ഭാഗമായിരുന്നു. 1924 അദ്ദേഹം ആലുവ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. അപ്പൊ ഇത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകളാണ്. ഇത് എന്താണെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ.
ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ്. ഇതിലേറെ കൃതികളുണ്ട്, കുറച്ച് മാത്രമേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം, ജാതിമീമാംസ, ഷൺമുഖ ദശകം, സമാധി ശ്ലോകം, ജീവകാരുണ്യ പഞ്ചകം, അതുപോലെ കാളി നാടകം, നിർവൃതി പഞ്ചകം, അതുപോലെ കുണ്ടലിനി പാട്ട്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ്. അത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് അത് സമർപ്പിച്ചത്. അത് ഓർത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വചനങ്ങൾ 1, 2, 3 പറയാം. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട കുറച്ച് വചനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് അല്ലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അതെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ജാതിമീമാംസ എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വചനം ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതിമീമാംസയാണ്. അത് ഓർത്ത് വെക്കണം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു വചനമാണ് സംഘടിച്ച് ശക്തരാകുവിൻ. ഓക്കെ, നെക്സ്റ്റ് അറിവാണ് വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് നമ്മളോട് ചോദിക്കാം. അപ്പൊ അതാരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനമാണ് അറിവാണ് വെളിച്ചം. അതുപോലെ തന്നെ ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും എന്ന് പറഞ്ഞിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു വചനമാണ്. ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. ഓക്കെ, അതുപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വചനവും അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.